തരിക കെ പി ധനേഷ്, ഞങ്ങളുടെ ക്യാമറമാൻ, തൃശ്ശൂർ ക്യാമറമാൻ കെ പി ധനേഷ് ഉണ്ട് ഞങ്ങൾക്കൊപ്പം. ധനേഷ്, മുകേഷ് നിങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് മുകേഷ് ആരാണ്, എന്തായിരുന്നു എന്നത് ഏറ്റവും മനോഹരമായി പങ്കുവയ്ക്കാൻ പറ്റുന്നത് ധനേഷിനാണ്. ധനേഷ് എങ്ങനെയാണ് ഓർക്കുന്നത് മുകേഷിനെ? എങ്ങനെയാണ് ഈ ദുരന്ത വാർത്ത അനുസ്മരിക്കുക? ഞങ്ങൾ രണ്ടാളും ഏകദേശം 7 വർഷത്തിന് മുകളിൽ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോൾ. അവനോളം വേറെ ആരും ഇല്ല. അത്രയും ഗംഭീരം എന്ന് വെച്ചാൽ ഒരാൾക്ക് അവനെ കുറിച്ച് ബാഡ് അടിക്കാനുണ്ടാവില്ല. അത്രയും ഗംഭീരം. അതായത് വർക്കിനാണെങ്കിലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും. ഇപ്പൊ നമ്മളെന്താ പറയാ, ഇപ്പൊ നമ്മൾ ലീവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോ സാമ്പത്തിക ദിവസത്തിലേക്ക് വന്നാൽ അവന്റെ ഇല്ലെങ്കിൽ എവിടുന്നേലും കടം വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് ഉടനെ നിന്ന് വീട്ടിലേക്ക് അവിടെ സാധനങ്ങൾ വാങ്ങിച്ചില്ല. അത് പറയാൻ പറ്റില്ല, നമുക്ക് കരച്ചിൽ വരില്ല. അത്ര ഭീകരാവസ്ഥയാണ്. നേരത്തെ ഈ മാതൃഭൂമി ബ്യൂറോ ചീഫ് ബസന്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് പോലെ ഈ ഡൽഹിയിലെ നഗരജീവിതത്തിനപ്പുറം ഗ്രാമീണ കാഴ്ചകളുണ്ട്. മറ്റ് അതേ സംസ്ഥാനങ്ങളിലേക്കും മറ്റും പോകാനുള്ള അവസരങ്ങൾ കിട്ടുമല്ലോ നിരവധി. അത്തരം സമയങ്ങളൊക്കെ അതൊരു വലിയ സാധ്യതയായി തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന, അത്തരം സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒരാൾ കൂടി, അങ്ങനെ കൂടി മുകേഷിനെ അനുസ്മരിക്കുന്നുണ്ട്. കറക്റ്റാണ്. അതായത് അവന് യെസ്, ധനേഷ്, അതാണ് ധനേഷ്. വർഷങ്ങളോളം മുകേഷിനൊപ്പം ഒരു റൂമിൽ താമസിച്ചതാണ്. അതിൻ്റെ ഒരു വൈകാരിക തലത്തിൽ കൂടിയാണ് ധനേഷ് നിൽക്കുന്നത്. എന്തായാലും വലിയ നഷ്ടമാണ്, വലിയ ദുരന്തമാണ്. മാധ്യമപ്രവർത്തകർ തൊഴിലിടങ്ങളിൽ നേരിടുന്ന വെല്ലുവിളി അതെത്ര വലുതാണ് എന്നതാണ് ഈ വാർത്ത നമുക്ക് കാട്ടിത്തരുന്നത്. അത് ഇതുപോലെ ഒരു കാട്ടാനയുടെ ആക്രമണമാവാം, അതല്ലെങ്കിൽ വെള്ളപ്പൊക്ക സ്ഥലങ്ങളിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. വിനേഷ്, എന്താണ് ഇനി തുടർ നടപടികൾ? പാലക്കാട് തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? സജിത്ത്, ഇപ്പോൾ ഇവിടെ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. എന്തായാലും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് നീങ്ങും. എന്തായാലും വൈകുന്നേരത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ മുകേഷിന്റെ ജന്മനാടായ പരപ്പനങ്ങാടിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. എന്തായാലും മുകേഷിന്റെ മാധ്യമലോകം വലിയ സൗഹൃദങ്ങളൊന്നുമില്ല ആളല്ല. അങ്ങനെ വലിയ സൗഹൃദത്തിന് അങ്ങനെ ആരോടും പോകാറില്ല. പൊതുവെ ഒരു ഒതുങ്ങിയ പ്രകൃതമാണ്. എങ്കിൽ പോലും ഉള്ള സൗഹൃദങ്ങൾ വളരെ ഊഷ്മളമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളായിരുന്നു മുകേഷ്. അതുകൊണ്ട് തന്നെ മുകേഷിനെ അറിയാത്തവരും കുറവായിരിക്കും. മുകേഷിന്റെ ക്യാമറ കൊണ്ടും മുകേഷിന്റെ ദൃശ്യങ്ങൾ കൊണ്ടും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിപ്പോർട്ടറും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആനയെ ഓടിക്കുന്ന ഒരു ഘട്ടങ്ങളിൽ റിപ്പോർട്ടർ ഒരു മൈക്കും കൊണ്ട് മാത്രമായിരിക്കും ഓടുക. പക്ഷേ ക്യാമറാമാൻ ആ ക്യാമറയും ഒരുപക്ഷെ അയാളുടെ കയ്യിൽ ട്രൈപോഡ് പോലും ഉണ്ടാവും. മുകേഷിന് സംഭവിച്ചതും അതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ അപ്പോഴും ആ ക്യാമറ ഒരു പോറൽ പോലും ആ ക്യാമറയ്ക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് 2 കൈയും വീശി ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ അപ്പോഴും ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ ക്യാമറമാന്മാർ തയ്യാറാവും എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കണം ഒരു പക്ഷേ മുകേഷിന് സംഭവിച്ചിട്ടുണ്ടാകുക. മുകേഷിന് ആ ക്യാമറയും വെച്ചുകൊണ്ട് ഓടാൻ കഴിയാതെ വന്നതായിരിക്കും. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ അറിയുന്നത്. എന്തായാലും മൃതദേഹത്തിന്റെ മറ്റുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെയാണ് മാധ്യമപ്രവർത്തകരുടെ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തന ലോകം അതൊരു ദുരന്ത ഇടമാണ്. പലപ്പോഴും ഇത്തരം ദുരന്ത ഇടങ്ങളിൽ, അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ നേരിട്ടെത്തുമ്പോൾ അപകടത്തെ അവഗണിച്ചുകൊണ്ട് ആ മികച്ച ദൃശ്യം പകർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മികച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പരമാവധി ഒപ്പം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യാമറ കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് അതിരൂക്ഷമാണ്. കാരണം പലപ്പോഴും ആ നടക്കുന്ന അപകടമോ അല്ലെങ്കിൽ സമരമോ ഒക്കെ നടക്കുമ്പോൾ അതിലേക്ക്, അവിടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് അപകടാവസ്ഥയുണ്ടെങ്കിൽ മാറി നിൽക്കാൻ മറ്റു പലർക്കും കഴിയുമെങ്കിലും ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ അല്ലെങ്കിൽ കയ്യിലുള്ള ക്യാമറ സുരക്ഷിതമായി സൂക്ഷിക്കുന്നേണ്ടി വരുമ്പോൾ പലപ്പോഴും തൻ്റെ ജീവിതമോ അല്ലെങ്കിൽ തനിക്കോ അപകടം പറ്റുന്നുണ്ടോ എന്ന കാര്യം പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല. ഒരുപക്ഷെ മുകേഷിനും സംഭവിച്ചിട്ടുണ്ടാവുക അതാവാം.